കഴിഞ്ഞു അപ്പച്ച. ഈ പെട്ടി ചൂടാണെങ്കിൽ 2 മണിക്കൂർ വേണം. നല്ലോണം മേടിച്ചാലും പറഞ്ഞ അപ്പച്ചൻ കേൾക്കത്തില്ലല്ലോ. എന്റെ മോൻ പഠിത്തം കഴിഞ്ഞ് എഞ്ചിനീയർ ആയിട്ട് ഇനി വരട്ടടി. പിന്നെ നമുക്ക് എന്നതാ ഒരു കുറവ്? ജോച്ചാന് ജോലി ഇട്ടിട്ട് ചെയ്യാൻ ഇപ്പൊ തന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇന്നലെയും പള്ളിയിലേക്ക് അമ്മച്ചി ഏതാണ്ട് നേർന്ന് കേട്ടു. വല്ല പൊന്നിന്റെ കുരിശോ മറ്റോ ആണോ? എന്നാത്തിന്റെ പ്രാന്ത? വല്ല സ്റ്റീലിന്റെ പറ്റ നടന്ന പോരായിരുന്നു? മതി മതി. നീ ഇവിടെ പഠിച്ച MAക്ക് MBBS പോണെന്ന് പറഞ്ഞാലേ അപ്പച്ചൻ ചുറ്റി പോകും. സ്കൂൾ ആനിവേഴ്സറി കിട്ടാൻ മുഴുപ്പാടെ വാങ്ങിച്ചേർന്നേ. ഉള്ളൊക്കെ കിട്ടച്ചാ മതി. എന്നെ കൊണ്ടുപോയ നീ എന്താണ് മോഹം വിരിപ്പിച്ചിരിക്കുന്നത്? അപ്പച്ചനോട് നിനക്ക് എന്നെ പറയാൻ മേലേ? എടാ ജോസേ, ആ 86 ചന്ദ്രു വരുമ്പോഴേ ആ ടേറം കൊടുത്തേര്. കാശി ചോദിക്കണ്ട, നേരത്തെ വാങ്ങിച്ചതാ. ശരി. കാപ്പി എന്നതാ ലില്ലിക്കുട്ടിക്ക്? അവളുടെ കൂട്ടുകാരിയുടെ കല്യാണം മറ്റന്നാളാ. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതിന് കാശ് എവിടുന്ന് എടുത്തു കൊടുക്കാനാ? നോക്കട്ടെ. ഇന്നലെ ആ തങ്കച്ച ആളെ പറഞ്ഞു വിട്ടിരുന്നു കാശിനാ. കഴിഞ്ഞവണ ജോർജ് കുട്ടി വന്നപ്പോ അവന്റെ ആവശ്യത്തിന് വാങ്ങിച്ചതാ. മാസം 3 കഴിഞ്ഞു. ഇന്ന് വരികയാണല്ലേ എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട. പിന്നെ എന്തുവെന്ന് വെച്ചാ നീയും കൊടുത്തേര്. വരാൻ വൈകുമോ? മണിക്കണക്കൊന്നും പറയാനൊക്കത്തില്ല. ഇത് സർക്കാർ ഓഫീസ് ജോലിക്ക് പോകുന്ന പോലെയൊന്നും അല്ലല്ലോ. ചിലപ്പോ കോഴിക്കോട്ട് വരെ പോയെന്ന് വരും. നിനക്കറിയത്തില്ലേ, അത്യാവശ്യമായിട്ട് രൂപ അയക്കണമെന്ന് പറഞ്ഞാ ജോർജ് കുട്ടി എഴുതിയത്. പരീക്ഷ കഴിയാൻ പോവല്ലേ, അവിടെ ഹോസ്റ്റലിൽ കൊടുക്കാനുള്ളതാ. ചോദിക്കാൻ ഇനി ആരും ഈ പ്രദേശത്ത് ബാക്കിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഉള്ള കാലത്ത് കണക്ക് പോലും വെക്കാതെ കാശ് വാങ്ങിയവരാരും ഇപ്പൊ എന്നെ കണ്ടാൻ മിണ്ടുകയല്ല. ഞാൻ ആ നമ്പ്യാരെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങുക. കിട്ടുമെന്ന് ഉറപ്പില്ല, എന്നാലും പോയി നോക്കാം. ആധാരം പണയപ്പെടുത്തി വാങ്ങിയ വലിയ തുകയ്ക്കായാലും ഇപ്പൊ ധൃതി കാണിക്കണില്ല. അവധി തെറ്റിയായി പുരേടം കയ്യിലിരിക്കുന്നതായിക്കറിയാം. നമ്പ്യാരുടെ സഹോദരിയുടെ മകളാണ് കുട്ടി അല്ലേ? അതെ. അപ്പോ ആദ്യം ഉണ്ടായിരുന്ന ബന്ധത്തിലെ പാർട്ടി മിശ്രനായിരുന്നോ സ്വജാതിയായിരുന്നോ? ജാതി 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 സ്വന്തം തന്നെ. ഞാൻ പറഞ്ഞില്ലേ ചാണ്ടിച്ചായ, ബന്ധം എന്ന് പറയാനൊന്നുമില്ല. ഒരു 4 ദിവസമേ അവന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. രജിസ്റ്റർ മാരേജ് നടക്കുന്നതിന് മുമ്പ് കുട്ടിയെ ഞങ്ങളെ കൊണ്ടുപോന്നു. വേണ്ട, ഒളിക്കണ്ട. വക്കീലിനോടും ഡോക്ടറോടും ദല്ലാളിനോടും ഒന്നും ഒളിച്ചു വെക്കരുതെന്നാണ് പ്രമാണം. 4 ദിവസമല്ല 4 നിമിഷമായാലും പെണ്ണൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നത് തന്നെ ഒരു ബ്ലാക്ക് മാർക്കാ. ഞാൻ ഇത്തരം ചീപ്പ് ഐറ്റംസ് എടുക്കാറില്ല. പിന്നെ നമ്പ്യാരുടെ കേസ് ആയതുകൊണ്ട് ലിസ്റ്റ് കയറ്റുന്നു. ഓക്കെ, പണം മോഹിച്ചല്ലേ? ഇക്കാര്യം ചെറുക്കന്റെ പാർട്ടിക്കാരറിഞ്ഞ എന്റെ കഞ്ഞി പാറ്റ വീഴും. പാർട്ടി പണക്കാരായതുകൊണ്ട് പാറ്റയെ കിട്ടിയില്ലേ പട്ടിയെ തല്ലിക്കൊന്ന് കഞ്ഞിയിലിട്ട് ഇളക്കും, അറിയാവോ? കാര്യങ്ങളുടെ ശരിയായ കിടപ്പ് മനസ്സിലാക്കിയാലേ ചേരുന്ന ഒരു കൊളുത്തിനി കൊണ്ടുവരാൻ പറ്റൂ. സാധാരണ ഒരു വിവാഹം നടത്തും പോലെ അല്ലിത്. സ്വപ്പം അശല കുശലയാണ് നമ്പ്യാരെ. എന്തായാലും കുഴപ്പം വരാത്ത ഒരു ബന്ധം ചാണ്ടിച്ചായം കൊണ്ടു തരണം. അത് ചാണ്ടിച്ചായ മനസ്സ് വെച്ചാലേ നടക്കൂ. 10 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു കേസിന് മനസ്സ് വെച്ചതാ ഇപ്പൊ എന്റെ പെണ്ണും പിള്ളയായിട്ട് വീട്ടിലിരിക്കുന്നത്. അതോടെ ഞാൻ ഈ ഏരിയയിലെ ബിസിനസ് അങ്ങ് നിർത്തി. നഷ്ടം. നാളെ എന്റെ അസിസ്റ്റന്റ് വരും. അവന്റെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും തലക്കുറിയും കൊടുത്തയക്കണം. സപ്പോസ് വന്നില്ലെങ്കിൽ എന്റെ ഇവിടുത്തെ AC ബ്രാഞ്ച് ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ? ഇതിരിക്കട്ടെ. ഇതൊക്കെ വഴിയേ മതിയായിരുന്നല്ലോ. ഇറങ്ങട്ടെ. കഴിയുന്നതും വേഗം ഒന്ന് നടത്തി തരണം. ചാണ്ടിച്ചായ കാറി കൊണ്ടുവിടാൻ പറ. പറ്റപ്പള്ളിയിൽ അവസരപ്പെട്ട പുറത്ത് കാത്തിരിപ്പുണ്ട്. എന്താ പറയണ്ടേ? ഇനിയും കാശിനായിരിക്കും നാശം. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. മുതലാളി ഇവിടെ ഇല്ല. ഔസേപ്പേട്ടാ, ഇത് ഞാനാ, ചാണ്ടിക്കുഞ്ഞ്. പടീറ്റലെ റാഹേലിന്റെ മോനാ. ചേടാ, നീ ഇതങ്ങ് മാറിപ്പോയല്ലോ. കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഇവിടെ അങ്ങ് ഇല്ലേ? എന്നതാ നിന്റെ പണി? ആൾ കേരള കപ്പിൾ കോംപ്ലക്സിന്റെ MD ആണ് ഞാൻ. ഔസേപ്പേട്ടൻ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. തടിയൊന്നും പണ്ടത്തതിന്റെ പകുതിയില്ല. എന്തുവാ ഇത്? തടി മാത്രല്ലടാ ചാണ്ടി, പഴയ പോലെ ഇപ്പൊ ഒന്നുമില്ല. പിന്നെ നമുക്ക് എവിടെങ്കിലും പോലും സ്വസ്ഥമായിട്ട് സംസാരിക്കാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നേ, എന്റെ വളർച്ചയെ കുറിച്ച്. ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്ര വെച്ചാ ഞാനൊന്ന് പച്ച പിടിച്ചത്. പിന്നെ ഇങ്ങോട്ടേക്കും പോന്നു. ഈ ബിസിനസ് തുടങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നാണല്ലോ. ചിട്ടിക്കമ്പനി പൊളിഞ്ഞതിന്റെ തൊട്ട വയനാട്ട് വെച്ച് ലോറി മറിഞ്ഞ് 2 ആൾ തീർന്നു. അതിന്റെ കേസ് ഒതുക്കാൻ ചെലവായ കാശിന് കണക്കില്ല. ഇപ്പൊ പിന്നെ ആ ടയറിന്റെ ഒരു ഏർപ്പാടുള്ളത് കൊണ്ട് അഷ്ടിപിഷ്ടി കഴിഞ്ഞു കൂടുന്നു. ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും. ഇനിയും ഉണ്ടല്ലോ ഒരു കയറ്റം. ജോർജ് കുട്ടി അവൻ മിടുക്കനാ. പഠിത്തം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാറായില്ലേ?
ഒക്കെ ശരിയാവും. കർത്താവിന് നിരക്കാത്ത നേരും നെറിയും കെട്ട് ജീവിച്ച ആളല്ലല്ലോ ഔസേപ്പേട്ടൻ. ആ പഠിപ്പും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ജോലിയും കൊണ്ടാരും കാത്തു നിൽക്കണില്ലല്ലോ. 10 പുത്തൻ കയ്യിലുണ്ടെങ്കിൽ ജോലിക്കാണോ ഇവിടെ പ്രയാസം? കേളിഫിക്കേഷൻ ആർക്ക് വേണം? പണത്തിന് മേൽ പരുന്തും പറക്കുകയല്ല. പണമില്ലാത്തവൻ പിണമാണ് ഔസേപ്പേട്ട. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. വലിയൊരു സംഖ്യ വേണ്ടോ എനിക്ക് നേരെ ചൊവ്വയെന്ന് ശ്വാസം വിടാൻ? ആ അത് പോട്ടെ, നീ വലിയിടത്തെ കല്യാണങ്ങൾ മാത്രമേ നടത്താറുള്ളൂ? ആ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്റെ വീട്ടിലുണ്ട് പ്രായമായ പെൺപിള്ളേരെ. നീയാകുമ്പോ സ്വന്തം കാര്യം പോലെ നോക്കി നടത്തിത്തരുമല്ലോ എന്ന് കരുതിയാ. അതിനെപ്പറ്റി ഔസേപ്പേട്ടൻ പേടിക്കണ്ടെന്നേ. ആ ഞാൻ ആ നമ്പ്യാരെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ പോയതാ. അങ്ങേരവിടെ ഇല്ല. അങ്ങേരവിടെ ഉണ്ട്, കാണാൻ സാധിക്കില്ല എന്ന് എന്റെ മുമ്പിൽ വെച്ചാ പറഞ്ഞേ. അവസാന വഴിയായിരുന്നത്, അത് പറഞ്ഞു. ഒന്നടയുമ്പോ മറ്റൊന്ന് തുറക്കും. കർത്താവ് പറഞ്ഞിട്ടില്ലയോ മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന്? ദാ ഇത് വാങ്ങണം, ഇത് വാങ്ങണം. ഞാനില്ലേ തരുന്നേ, ചാണ്ടിയല്ലോ തരുന്നേ, വാങ്ങണം. നിനക്കിത് തിരികെ തരണമെങ്കിൽ ഞാൻ ചോദിച്ചില്ലല്ലോ. ഇന്നും വയറ് വിശക്കുമ്പോ ഞാൻ ഔസേപ്പേട്ടനെ ഓർക്കും. ഒരുപാട് ചോറ് ഞാൻ അവിടെ തിന്നിട്ടുള്ളതാ. ആദമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി തോട്ടം സൂക്ഷിപ്പാനോ കായ്കനികൾ ഭക്ഷിപ്പാനോ ഇതിന്നോ ആദമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി. റോമിയോയ് ജോജൂട്ടി തുറക്കടാ, തുറക്കാൻ രക്ഷയില്ല. അതിനകത്തൊരു ചീട്ടിരിപ്പുണ്ട്. തുറക്കടാ മോനെ. അവൻ തുറക്കത്തില്ലടാ. ആ ചീട്ടിങ് എടുത്താടാ. എല്ലാ തന്തയില്ലായ്മയ്ക്കും അവൻ മുമ്പിക്കും, പക്ഷെ പരീക്ഷ എടുത്താ അവനെ കിട്ടില്ല. നീ തുറക്കില്ല അല്ലേ? കഴിവറടാ മോൻ. വാ റഹീമിന്റെ മുറി കയറാം. പോട്ടടാ. ശല്യമായില്ലത്. ആരാത്? എന്തുവാ കോപ്പ വേണ്ടത്? അപ്പച്ചന്റെ വിവരം ഒന്നും അറിയാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നു. കാശിന്റെ വിവരം ഒന്നും അറിയാഞ്ഞിട്ട് ഞാനും ഇച്ചിരി വിഷമത്തിലായിരുന്നു. എന്താ? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? അസുഖമൊന്നുമില്ല. പരീക്ഷ കഴിഞ്ഞ ഉടനെ നീ അങ്ങ് വരത്തില്ലേ? അപ്പച്ചാ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരോ ഗോവയോ. ചില്ലറ ഇത് പോരെന്ന് അല്ലേ? ആ നോക്കട്ടെ. വാ നീ വാ, പുറത്തു പോവാ. എത്ര നാളായടാ ഒന്നിച്ചൊന്ന് ഊണ് കഴിച്ചിട്ട്? നീ എന്നും ഇവിടുത്തെ കാലിത്തീറ്റല്ലേ തിന്നുന്നത് ഈ ഹോസ്റ്റലിലെ? വാ പോവാ. എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്താ തന്റെ ഫ്യൂച്ചർ പ്ലാൻ? റിസൾട്ട് വന്നാലുടൻ തൊഴിലന്വേഷണം തുടങ്ങണം. എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടുക എന്നുള്ളതാ. ഓഫ് കോഴ്സ് ഒരു ജോലി അത്യാവശ്യമാണ്, പക്ഷെ അത് ഇത്ര നേരത്തെ വേണോ? ജോർജ് കുട്ടി തന്നെ പോലെ ഒരു ബ്രൈറ്റ് സ്റ്റുഡന്റ് കരിയറിന്റെ വളയത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത കൊണ്ട് പറയുകയാണ്. പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഹയർ സ്റ്റഡീസിന് അപ്ലൈ ചെയ്യേ, നല്ലൊരു തുക സ്കോളർഷിപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അതിന്റെ പേപ്പർ കോണ്ടാക്ട്സ് എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തോളാം. എന്തു പറയുന്നു? ആഗ്രഹമില്ലാണ്ടല്ല സാർ, ഒരുപാട് പ്രതീക്ഷകളുമായി എന്നെ മാത്രം കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് എനിക്ക്. ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കാൻ ഇപ്പൊ തന്നെ വൈകിയിരിക്കുന്നു സാർ. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഈ ഇരിക്കുന്ന എല്ലാ അലവലാദികൾക്കും ഇനിയുള്ള കാലം മുഴുവൻ സ്കോച്ച് മാത്രം കുടിക്കാൻ വകുപ്പുണ്ടാകണമെന്ന് ഉടയതമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതാ ശുദ്ധമായ പ്രോലിറ്റേറിയൻ ഡ്രിങ്ക്, അതായത് സാക്ഷാൽ നാടൻ വാറ്റ്, നിങ്ങൾക്കായി വീണ്ടും വീണ്ടും പകരുന്നു. കുടിക്കുവിൻ. ജോജുട്ടി രണ്ടെണ്ണം അടിച്ചപ്പോഴേ നീ ഫിറ്റായി. പിടിയടാ മോന്ത്. നാലഞ്ച് കൊല്ലത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ജീവിക്കാൻ തുടങ്ങാൻ പോവാ. ജീവിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അന്തസ്സായിരിക്കണം. അങ്ങനെ അന്തസ്സുള്ളൊരു ജോലി വേണം. ജോലി എന്നൊക്കെ പറയുമ്പോഴേ ഈ കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തുള്ള ചരപ്പൊന്നും പോരാ.
ഏതെങ്കിലും ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ, ലൈക്ക് ബോംബെ, മദ്രാസ്, കൽക്കട്ട, ഡൽഹി. എന്നതാടി പിള്ളേർക്ക് പണിയൊന്നും ഇല്ല അകത്ത്? ജോർജ് കുട്ടി, പരീക്ഷയൊക്കെ എങ്ങനെ എഴുതടാ? കുഴപ്പമില്ല. നീ അവനോട് പറഞ്ഞോ? ഇല്ല. നിനക്ക് ആ ചാണ്ടി അറിയാൻ മേലെ? ആ റാഹേലിന്റെ മകൻ, അവൻ ഇപ്പൊ വലിയ കല്യാണ ബ്രോക്കറാ. അവൻ കൊണ്ടുവന്നൊരു ആലോചനയാ. കുറച്ച് തെക്കോട്ട് പോണം. ചീരങ്കണ്ടത്തിൽ ഇട്ടിച്ചെന്ന് പറയും. പഴയ തറവാടിയാ. കയ്യിലുള്ള കാശിനും സ്വത്തിനും കണക്കില്ല. ഒരേ ഒരു മോള. എഞ്ചിനീയർ തന്നെ വേണമെന്നൊരു ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന്? അപ്പച്ച, ഞാനൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അതെ, എന്നായാലും അങ്ങനെയൊന്നും വേണമല്ലോ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിള്ളേരാണെങ്കിൽ പ്രായമായി. എല്ലാം കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല. ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമല്ലോ. ഉവ്വ, എന്നാലും അതിനും സമയം കുറെ കഴിയണമല്ലോ. അവര് 3 രൂപ കാശായിട്ട് തരുമെന്ന ചാണ്ടി പറഞ്ഞു. അല്ല അപ്പച്ച, അതെ ഞാൻ പറയട്ടെ, ആ കാശ് കിട്ടിക്കഴിഞ്ഞാ നമ്പ്യാരുടെ അടക്കം കൊടുക്കാനുള്ള കുറെ കടങ്ങൾ വീട്ടാം. പിന്നെ ചുരുക്കത്തിലാണെങ്കിലും ഒരുത്തിയുടെങ്കിലും കെട്ടും നടത്താം. അതും ചാണ്ടിയായിട്ടിരിക്കുക. നിന്റെ ഒരു സമ്മതം കിട്ടിയാ ബാക്കിയെല്ലാം പെട്ടെന്ന് തീർക്കണം. ഈ വരുന്ന 26-ാം തീയതി തന്നെ നടത്തണമെന്നാ അവര് പറയുന്നത്. അല്ല, നീയൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയാ? ഒരു ഗതിയില്ലാത്തോണ്ട്. അല്ലെങ്കിൽ എന്റെ മോനോട് അപ്പച്ചനെല്ലാം പറയേണ്ടി വരുമായിരുന്നു. എല്ലാ ചാണ്ടിയുടെ ഒറ്റ വാക്കിന്റെ പുറത്താ. അല്ലിപ്പോ അവനും ബ്രോക്കർ കാശ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാ. അതിനുവേണ്ടി അവൻ എന്തോ ചിലത് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാ നമ്മൾ ഇച്ചിരി നല്ല നിലത്തന്നെ കഴിയുന്നെന്ന്. ഓഹോ, കള്ളം പറഞ്ഞിരിക്കുകയാണല്ലേ? കള്ളെന്ന് പറയുന്നത് എന്തിനാ? നമ്മളും അങ്ങനെ കഴിഞ്ഞിരുന്നതല്ലേ. ഇപ്പൊ ഇച്ചിരി ക്ഷീണമുണ്ടെന്നുള്ളത് ശരിയാ. മനസ്സിലായി. ഞാൻ ഊഹിച്ചത് ശരി തന്നെ. ഇത്രയും രൂപ ശ്രീധനം തന്ന് കടക്കാരുടെ ജപ്തി നോട്ടീസും കാത്തിരിക്കുന്ന ഈ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ അയക്കാൻ തയ്യാറായെങ്കിൽ അത് സത്യം അറിയാത്തോണ്ടായിരിക്കുന്നുള്ളൂ എനിക്ക് മനസ്സിലായി. അപ്പച്ചനത് എന്ത് പറ്റി? ഏതോ ഒരു ബ്രോക്കറുടെ ഉപദേശം കേട്ട് എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുക. അങ്ങനെ ഒന്നും കാണാതെ ഒന്നും അല്ല ഞാൻ ഒരു തീരുമാനം എടുത്തത്. എന്ത് കണ്ടുന്ന അപ്പച്ചൻ തൽക്കാലത്ത് ഒരു രക്ഷയെ നോക്കുന്നുള്ളൂ. നാളെ എന്താ വാസ്തവം എന്നുള്ള അവരറിയാതിരിക്കോ? അറിഞ്ഞ എന്താ ഉണ്ടാവുന്നുള്ള അപ്പച്ചൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഇച്ചിരി അറ്റകുറ്റപ്പണികളൊക്കെ തീർത്താല് ഒരു പെണ്ണിന് കയറി വരാനുള്ള അന്തസ്സൊക്കെ ഈ വീടിനുണ്ട്. അതുവരെയുള്ള കാര്യങ്ങൾ ചാണ്ടി നോക്കിക്കോളും. എന്ത് പറഞ്ഞാലും ഒരു ചാണ്ടി ആപത്ത് കാലത്ത് രക്ഷപ്പെടുത്താൻ ഒരു പുണ്യാളൻ. എന്നെ കൊണ്ടൊന്നും പറയരുത്. വേണ്ട, നിന്നോട് ചോദിക്കാതെയും പറയാ ഇവിടെ ആരും തീരുമാനിച്ചിട്ടില്ലല്ലോ. പിന്നെന്തിനാ കിടന്ന് ചാടുന്നേ? ഈ കുടുംബം രക്ഷപ്പെടാൻ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ വേണ്ട. അപ്പച്ചൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ കേൾക്കാം. നമ്മുടെ കടം വീട്ടാനും എന്റെ പെങ്ങളെ ഇറക്കി വിടാനും എനിക്ക് കിട്ടുന്ന സ്ത്രീധനം ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ ഏത് പെണ്ണിനെ വേണേലും കെട്ടിക്കോളാം. എന്താ ഏതാന്ന് ഞാൻ അന്വേഷിക്കുക പോലുമില്ല. പക്ഷേ എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടിയെയും അവരുടെ വീട്ടുകാരെയും പറഞ്ഞു പറ്റിച്ച് ഇതുപോലത്തെ ഒരു പോക്രിത്തരം കാണിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടടാ. നീ ഒരു എഞ്ചിനീയർ ആകാൻ പോണ ആളല്ലേ. നിനക്ക് നിന്റെ സ്റ്റാൻഡേർഡ് നോക്കണമല്ലോ. നിന്റെ അപ്പൻ ടയറിന്റെ പണിക്കാരനായിരിക്കും. നിന്റെ അപ്പന്റെ സ്റ്റാൻഡേർഡ് കുറവുകൊണ്ടാണ്. മോനെ, എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ. ഒരു ജന്മം കൊണ്ട് അനുഭവിക്കേണ്ടതിന്റെ ഇരട്ടി ദുരിതം അപ്പച്ചൻ അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി അത് നീ മറക്കണ്ട. ഇത് എന്നായിരിപ്പാ? റെഡി ആയില്ലയോ? ഞാൻ റേഷൻ കട മാത്യൂസിന്റെ കാറ് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുവാ.
ഡീസൽ ഓടിച്ച ഡ്രൈവർ ഇപ്പൊ ഇങ്ങെത്തും. അത് ശരിയാകുമല്ല. എന്റെ ഈശോയെ, എന്നാ പറ്റി? ജോർജ് കുട്ടി എന്തിയേ, വന്നില്ലയോ? അതാ പറഞ്ഞത് ശരിയാകുമല്ലെന്ന്. അവൻ ഇഷ്ടമല്ല. ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അറിയാൻ അവൻ പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ. അതല്ലടോ, ആ നേർവഴി അല്ലാത്തൊരു ഏർപ്പാടിന് അവൻ ഇല്ലാന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യും? ഇത് എന്നതാ ഔസേപ്പേട്ടാ? നേർവഴിക്കല്ലാതെ ഇന്നടത്തൊരു പെണ്ണുണ്ട്, നീ ഇങ്ങ് അടിച്ചോണ്ട് പോരെ നമ്മളാരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. പറഞ്ഞോ നടത്തിയേ? അതല്ല, ആ. ഇക്കാര്യത്തിൽ അവന്റെ അഭിപ്രായം കൂടി ചോദിക്കുന്നതല്ലേ നല്ലത്. അത് പെണ്ണിന്റെ കാര്യത്തിൽ അവൻ അഭിപ്രായം പറഞ്ഞാൽ മതി. ഇത് നമ്മൾ കാർന്നോമാരൊക്കെ കൂടി തീരുമാനിക്കേണ്ടതാ. അല്ല, അവൻ പറയുന്നത് ആ. നമ്മൾ ഈ ഇല്ലാത്ത പെരുമ പറഞ്ഞ് ഇതങ്ങ് നടത്തിയാല് നാളെ അവര് കാര്യങ്ങൾ അറിയുമ്പോ. ഔസേപ്പേട്ട ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിപ്പോ നാളെ അറിയുവോ അറിയാതിരിക്കോ ചെയ്യട്ടെ, എന്തായിരുന്നാലും അതിന്റെ കൊസറാക്കൊള്ളി മുഴുവൻ എന്റെ നേർക്കാണല്ലോ വരുന്നേ. ഞാൻ സഹിച്ചു. ആ പെണ്ണിനെ പട്ടിണിക്കിടാതെ നോക്കാനുള്ള ഒരു ജോലി അവന് നാളെ കിട്ടും. അവരത് നോക്കിയാ മതി. ജോർജ് കുട്ടിയെ കണ്ട് കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അല്ല അത് ഇനി എന്തോന്നരാ അത്? ജോർജ് കുട്ടി ഞാൻ കണ്ടോളാന്ന് പറഞ്ഞില്ലേ? വേഗം ഒന്ന് റെഡിയായിക്കേ. പറഞ്ഞ സമയത്തിനോടെ ചെന്നില്ലെങ്കിലേ അങ്ങനെ വെപ്രാളം കാട്ടും. ആര്? ആ ഇട്ടിച്ചനെ.